Welcome to CE for Civil Engineering classes. So, this session we will hydrologic water cycle or precipitation cycle. So, hydrologic cycle and precipitation cycle in lecture 1 in the continuation part this class. So, we know hydrology and hydrology importance in the class. Now, precipitation cycle or water cycle is the water distribution and circulation. കാണിക്കുന്ന ഒരു water cycle ആണ് അല്ലേ circulatory cycle ആണ് it shows how the water circulates from one place to another എന്ന് നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ അതിൽ ഒരുപാട് കമ്പോണന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു പ്ലേസിൽ നിന്നും evaporation വഴി water മൂവ് ചെയ്തതിനു ശേഷം പിന്നെ അതിന്റെ നമുക്കറിയാം ഹൈഡ്രോളജിക് അല്ലെങ്കിൽ വാട്ടർ സൈക്കിളിൽ എന്താ സംഭവിക്കുന്നത് വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് അത് ക്ലൗഡ്സിൽ കണ്ടൻസേഷൻ നടക്കുന്നുണ്ടാവും ആൻഡ് കണ്ടൻസേഷൻ നടന്നതിന് ശേഷം വിൻഡ് വഴി നമ്മൾ എന്ത് ചെയ്യും അത് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ടാവും അതിനുശേഷം ഈ കണ്ടൻസേഷൻ ന്യൂക്ലിയയിലെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കണ്ടൻസ് ചെയ്യുന്നതിന്റെ ഫലമായി വെയിറ്റ് കൂടുകയും അത് പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് സ്നോ അല്ലെങ്കിൽ ഡ്യൂവോ അല്ലെങ്കിൽ റെയിൻഫോൾ ഒക്കെ ആയിട്ട് താഴോട്ട് വരുന്നുണ്ടാവും അല്ലേ അപ്പോൾ താഴോട്ട് വീഴുന്ന ഈ വാട്ടർ എന്ന് പറയുന്നത് പല രൂപത്തിലും സ്ട്രീംസിൽ ചിലത് ജോയിൻ ചെയ്യും റൺ ഓഫ് ആയത് ചിലത് സോയിൽസിലൂടെ ഇൻഫിൽട്രേറ്റ് ചെയ്യും ചിലത് ലീവ്സിലും മറ്റും ട്രാൻസ്പയർ ചെയ്ത് പോവും അപ്പോൾ ഇങ്ങനെയാണ് ഒരു വാട്ടർ സൈക്കിളിൽ ഉണ്ടാകുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് കമ്പോണൻസ് നോക്കാം ഒരു വാട്ടർ സൈക്കിളിൽ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പ്രസിപ്പിറ്റേഷൻ അല്ലേ ഇൻ ദ ഫോം ഓഫ് റെയിൻ ആവാം സ്നോ ആയിരിക്കാം നെക്സ്റ്റ് വരുന്നതാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത് സീ വാട്ടറോ റിവർ വാട്ടർ ഓഷ്യൻസിൽ നിന്നെല്ലാം മറ്റും നടക്കുന്ന ഇവാപറേഷൻ ദെൻ അടുത്ത കമ്പോണന്റ് ആണ് റൺ ഓഫ് പിന്നെ ട്രാൻസ്പിരേഷൻ ഇൻഫിൽട്രേഷൻ ഇന്റർസെപ്ഷൻ ആൻഡ് ഡിപ്രഷൻ സ്റ്റോറേജ് അപ്പോൾ ഈ ഒരു സൈക്കിളിന്റെ ഫുൾ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ് സൺ ആണ് ഇവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ദിസ് സൈക്കിൾ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ എ ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയുന്നത് ഇസ് ദി സൺ അത് നമ്മൾ അറിഞ്ഞു വെക്കണം ഓക്കെ നൗ സോ പ്രസിപ്പിറ്റേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം റെയിനോ മറ്റ് ഫോമിലോ ഒക്കെ വരുന്ന വാട്ടറിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയാം സോ ഇവാപറേഷൻ എന്ന് പറയുന്നത് വാട്ടറിന്റെ ലിക്വിഡിൽ നിന്നും ഗേഷ്യസ് ഫേസിലോട്ടുള്ള കൺവേർഷനെയാണ് നമ്മൾ ഇവാപറേഷൻ എന്ന് പറയാം സോ ഇതുമായി നമ്മൾ അറിയേണ്ട ഒരു പോയിന്റ് ഒരു ഹൈഡ്രോളജിക് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അവിടെ ലാൻഡ് ഏരിയയിലായിരിക്കും ഈ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഉണ്ടാവുക പ്രസിപ്പിറ്റേഷൻ വിൽ ബി ഹയർ ഓവർ ദി ലാൻഡ് ഏരിയാസ് over the land areas precipitation will be higher than that of evaporation whereas over the ocean areas namukku parayam their evaporation will be greater than that of the precipitation ennu kuda idinodu cherthu nammal padichu vekkam ocean de surface nu mugalil evaporation aayirkum precipitation ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക whereas land areas le precipitation will be greater than that of the evaporation okay so next അതിന്റെ പാർട്ട് ആയിരുന്നു ട്രാൻസ്പിരേഷൻ ദാറ്റ് ഈസ് ലീവ്സിൽ ഒരുപാട് സ്മോൾ പോർസ് ഉണ്ട് അല്ലെ സ്റ്റൊമാറ്റാസ് എന്ന് പറഞ്ഞിട്ട് പോർസ് ഉണ്ട് അപ്പൊ ലീഫിലുള്ള മോയ്സ്ചറും മറ്റും എന്ത് ചെയ്യും ഇവാപറേഷൻ വഴി നഷ്ടമാകുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നുണ്ടാവുക നെക്സ്റ്റ് ടേം ആണ് ഇൻഫിൽട്രേഷൻ സോ സോയിലിൽ വന്നു വീഴുന്ന വാട്ടർ എന്ത് ചെയ്യും ഇനീഷ്യൽ എൻട്രി ഓഫ് വാട്ടർ ടു സോയിൽ എന്ന് പറയാം എനിക്ക് ഇൻഫിൽട്രേഷന് സോ വന്നു വീഴുന്ന വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അത് ഗ്രൗണ്ട് വാട്ടറിനെ ജോയിൻ ചെയ്യും അല്ലെങ്കിൽ അത് സബ് സർഫസ് റൺ ഓഫ് ആയി മാറുന്നുണ്ടാവും ഇൻഫിൽട്രേഷൻ പോലുള്ള ഒരു ടേം ആണ് പെർക്കുലേഷൻ എന്ന് പറയുന്നത് സോ പെർക്കുലേഷന് എനിക്ക് ഡീപ്പ് ഇൻഫിൽട്രേഷൻ എന്നും കൂടെ പറയാം ഡീപ്പ് ഇൻഫിൽട്രേഷൻ സോ ഡീപ്പർ സ്ട്രാറ്റയിലോട്ടുള്ള വാട്ടറിന്റെ മൂവ്മെന്റിനെയാണ് എന്ത് പറയാ പെർക്കുലേഷൻ എന്നുള്ള ഒരു ടേം റെപ്രസെന്റ് ചെയ്യുന്നത് നെക്സ്റ്റ് റൺ ഓഫ് എന്ന് പറയുന്നത് ഒരു precipitation portion which is not evaporated അത് റൺ ഓഫ് ആയി ഒഴുകി സ്ട്രീമിലോ മറ്റോ ജോയിൻ ചെയ്യുന്ന പോർഷനെയാണ് റൺ ഓഫ് എന്ന് പറയുന്നത് സോ അത് മൂന്ന് തരത്തിലാവാം സർഫസ് സബ്സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് റൺ ഓഫിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം സർഫസ് റൺ ഓഫ് എന്ന് പറയുന്നത് ഓവർ ലാൻഡ് ഉണ്ടാകുന്ന ഫ്ലോ ആണ് ദാറ്റ് ഈസ് വാട്ടർ സോയിലോട്ട് അബ്സോർബ് ചെയ്യാതെ തന്നെ ഓവർലാൻഡ് ഫ്ലോ ചെയ്ത് സ്ട്രീംസിലോട്ട് എത്തുന്ന രീതിയാണ് സർഫസ് റൺ ഓഫ് എന്ന് പറയുന്നുണ്ടാവുക ദെൻ സബ്സർഫസ് റൺ ഓഫ് എന്ന് പറയുന്നത് സംടൈംസ് ഇൻഫിൽട്രേറ്റ് ചെയ്ത വാട്ടർ ചിലപ്പോൾ എന്ത് ചെയ്യില്ല ഗ്രൗണ്ട് വാട്ടറിലോട്ട് എൻറ്റർ ചെയ്യില്ല പെർക്കുലേറ്റ് ചെയ്യില്ല പകരം എന്ത് ചെയ്യും ഒരു ഹൊറിസോണ്ടൽ ലെങ്ത് ട്രാവൽ ചെയ്തതിന് ശേഷം
സ്ട്രീംസോ റിവേഴ്സോ ആയിട്ട് റീജോയിൻ ചെയ്യും. അപ്പൊ അതിനെയാണ് സബ്സർഫസ് റൺ ഓഫ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഇസ് ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ. സോ പെർക്കുലേറ്റ് ചെയ്ത് ഡീപ് പെർക്കുലേറ്റ് ചെയ്യുന്ന വാട്ടർ എന്ത് ചെയ്യും, ചിലപ്പോൾ വാട്ടർ ടേബിളിനെ ജോയിൻ ചെയ്യും. സോ ദാറ്റ് ഇസ് ദ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ. സോ സ്യൂട്ടബിൾ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്രൗണ്ട് വാട്ടറും സർഫസ് വാട്ടർ ആയിട്ടുള്ള മിക്സിങ്ങും അവിടെ നടക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് ദ ഡിപ്രഷൻ സ്റ്റോറേജ്. സോ ഒരു പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുമ്പോൾ സ്മോൾ ഡിപ്രഷൻസിൽ ഉണ്ടാകുന്ന ടെമ്പററി സ്റ്റോറേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക, ഡിപ്രഷൻ സ്റ്റോറേജ് എന്നുള്ള ഒരു ടേം റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഇന്റർസെപ്റ്റഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് സംടൈംസ് ചില ലീഫിലും മറ്റും പോർഷൻ ഓഫ് പ്രസിപ്പിറ്റേഷൻ എന്ത് ചെയ്യും, ഹെൽഡ് ചെയ്യും. അത് താഴോട്ട് വീഴുന്നുണ്ടാവില്ല, പകരം ലീഫിലും മറ്റും ഹോൾഡ് ചെയ്ത് വെക്കും. ആൻഡ് ലേറ്റർ അത് ഇവാപറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. സോ അത്തരത്തില് എർത്ത് സർഫസിൽ റീച്ച് ചെയ്യാതെ പോകുന്ന അത്തരത്തിലുള്ള സ്റ്റോറേജിനെയാണ് ഇന്റർസെപ്റ്റഡ് സ്റ്റോറേജ് എന്ന് വിളിക്കുന്നത്. നൗ ഹൈഡ്രോളജിക് സൈക്കിളിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒന്നാണ് വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രോളജിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ ഇസ് മാസ് ഇൻഫ്ലോ മൈനസ് മാസ് ഔട്ട്ഫ്ലോ ഇസ് ചേഞ്ച് ഇൻ സ്റ്റോറേജ് എന്ന് പറയും. സോ ടോട്ടൽ ഇൻകമിംഗ് വാട്ടർ എന്ന് പറയുന്നതും ടോട്ടൽ ഔട്ട്കമിംഗ് വാട്ടർ എന്ന് പറയുന്നതും അതിന്റെ ഡിഫറൻസ് ചെയ്താൽ എത്ര വാട്ടർ അവിടെ സ്റ്റോറിംഗ് ഉണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻഫ്ലോ ഈക്വൽ ടു ഔട്ട്ഫ്ലോ പ്ലസ് സ്റ്റോറേജ് ആയിരിക്കും ഇൻഫ്ലോ എന്ന് പറയുന്നത്. അതായത് നമുക്ക് സിമ്പിൾ ടേംസിൽ നമുക്ക് പറയാം, ഇൻ ജനറൽ ഫുൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി ഈക്വൽ ടു ദോസ് ഇവാപറേറ്റഡ് പ്ലസ് ദ റൺ ഓഫ്. അത് രണ്ടും കൂടിയിട്ടുള്ളതായിരിക്കും പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഓർ ഇതിനെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം പ്രസിപ്പിറ്റേഷൻ മൈനസ് റൺ ഓഫ് മൈനസ് ഇവാപറേഷൻ മൈനസ് ട്രാൻസ്പിരേഷൻ മൈനസ് ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ. അപ്പൊ ടോട്ടൽ വാട്ടർ ഭൂമിയിലോട്ട് വന്നതിൽ നിന്നും അതിൽ റൺ ഓഫ് ആയി പോയതും ഇവാപറേഷൻ, ട്രാൻസ്പിരേഷൻ, ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ എല്ലാം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഇസ് സ്റ്റോർഡ് ഇൻ ദ എർത്ത് അത് നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ സ്റ്റോറേജ്. സോ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ഫോർ അവർ എക്സാംസ് ഓൾസോ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് CE for Civil Engineering. സോ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.